നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമിത്ഷായ്ക്ക് നല്ല രീതിയിൽ ടെൻഷനുണ്ട്. അധികാരം എത്ര നാൾ ഇങ്ങനെ നിലനിർത്താൻ കഴിയും? കാരണം അതിനുശേഷമുള്ള ജീവിതം എന്താണെന്ന് വളരെ വ്യക്തമായി അമിത്ഷായ്ക്ക് അറിയാം. ക്രൂരകൃത്യങ്ങൾ പലതും ചെയ്തു കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം അടിപതറുന്നത് എങ്ങനെയൊക്കെയാണ് വലിയ വലിയ ക്രൂര ഭരണം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രീയം കാഴ്ചവെക്കുന്നവരുടെയൊക്കെ പര്യവസാനം എങ്ങനെയാണ് എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ നമുക്കറിയാം. അമിത്ഷാ പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലേക്ക് എത്തിയെന്നാണ്. ഏത് രീതിയിലുള്ള കഷ്ടപ്പാടാണ് എന്നുള്ളത് ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രകൻ എന്ന രീതിയിൽ തന്നെ അമിത്ഷായെക്കുറിച്ച് കൃത്യമായി കോൺഗ്രസും അതുപോലെ തന്നെ ജനകീയ സംഘടനകളും പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നരേന്ദ്രമോദിക്ക് വേണ്ടി എല്ലാ രീതിയിലും ഗ്രൗണ്ട് വർക്ക് നടത്തുന്ന ഒരു വ്യക്തിയായാണ് അമിത്ഷായെ കണക്കാക്കേണ്ടത്. 2014 നരേന്ദ്രമോദി എത്താൻ വേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നു. ഗുജറാത്തിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിലൂടെ 71 സീറ്റുകൾ നേടിക്കൊടുക്കുന്നു. പല രീതിയിൽ പല കോട്ടകളും കാവിക്കോട്ടകളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ പല ഒടികുത്തിയ കോട്ടകളും തകർത്ത് അവിടെയൊക്കെ കാവിക്കൊടി സ്ഥാപിക്കാനുള്ള നെട്ടോട്ടമായിരുന്നു അമിത്ഷായ്ക്കെങ്കിൽ അമിത്ഷായ്ക്ക് ഇപ്പോൾ സ്വന്തം കാലിടറുന്ന കാഴ്ചയാണ്. നരേന്ദ്രമോദിക്ക് എങ്ങനെയും അമിത്ഷായെ തള്ളിക്കളയണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മോദിക്ക് അറിയാം, ഇനിയും ആഭ്യന്തര മന്ത്രിസ്ഥാനം അമിത്ഷായുടെ കയ്യിൽ കൊടുത്താൽ അത് തനിക്ക് വാളാകും, തനിക്കത് ചീത്തപ്പേരാകും എന്നുള്ളത്. കഴിഞ്ഞ 12 കൊല്ലമായി രാജ്നാഥ് സിംഗ് ക്യാബിനറ്റിൽ രണ്ടാമനായി നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നാളിതുവരെ പേരുദോഷമൊന്നും കേൾപ്പിച്ചില്ല എന്നുള്ളത് ശരിയാണ്. അദ്വാനി പക്ഷക്കാരനായ രാജ്നാഥ് സിംഗ് എങ്ങനെയാണ് പെട്ടെന്ന് നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവനായത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ പറഞ്ഞു വരുന്ന ആ കാര്യമല്ല. ഗുജറാത്തിൽ അടിതെറ്റിയാൽ അമിത്ഷായ്ക്ക് പല രീതിയിൽ ഉത്തരം പറയേണ്ടി വരും. നരേന്ദ്രമോദിക്ക് അപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള ലൈഫ് ലൈൻ ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായി പറയേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്. അമിത്ഷായുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം, അത് ഗാന്ധിനഗറിൽ അദ്വാനി ഒഴിഞ്ഞ സീറ്റിൽ നിന്നാണ്. ആ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ സകല ഡാറ്റ വിവരങ്ങളും ഇപ്പോൾ CJP പാർട്ടി ഉയർത്തിക്കാട്ടുകയാണ്. സൗരവ് ദാസും അഭിജിത് ദീപ്കയും സംയുക്തമായി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അമിത്ഷായെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്, എങ്ങനെയാണ് ഗുജറാത്തിലെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കള്ളക്കളി നടക്കുന്നത്, എങ്ങനെയാണത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിൻ്റെ സർവത്ര ഡീറ്റെയിലിങ്ങും ഇരുവരും നടത്തുകയാണ്. ഒരുപക്ഷെ കെട്ടുകഥകളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ട്വിസ്റ്റാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ 10 കൊല്ലത്തിലധികം കാലമായി നടക്കുന്നു. ഇതിനെക്കുറിച്ച് രാജ്ദീപ് സർദേശായി ഒക്കെ ചെറിയ തോതിൽ എഴുതിയിട്ടേ ഉള്ളൂ. കാരണം അദ്ദേഹം ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇവിടെ നടന്ന കള്ളക്കളികൾ. ഗോദി മീഡിയകൾക്ക് പിന്നെ കാശ് കിട്ടിയാൽ മതി. അർണബ് ഗോസ്വാമി ആയിരുന്നാലും ഏത് വലിയവനായിരുന്നാലും അവർക്ക് അവരുടെ ചാനൽ ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് കിട്ടണം. അത് കഴിഞ്ഞാൽ അവർ പഞ്ചപുച്ഛമടക്കിയിരുന്ന് മോദിയെ തിരുവിക്കൊണ്ടിരിക്കും.